നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് മുന്നോട്ട് പോകുന്നതിലും നമുക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. കാരണം ഇന്ന് നമ്മൾക്ക് ഒരു സുഹൃത്ത് ബന്ധമായാലും കുടുംബ ജീവിതത്തിനകത്തുള്ള ബന്ധങ്ങളായാലും ശരി, അതുപോലെ തന്നെ അമ്മയോടുള്ള സ്നേഹം, ബന്ധം, സഹോദരൻ സഹോദരിയോടുള്ള ബന്ധം, സ്നേഹിതൻ സ്നേഹിതയോടുള്ള ബന്ധം, മക്കളോടുള്ള ബന്ധം, സഹോദര സ്നേഹം, ഇതെല്ലാം ഒരു പരസ്പര വിശ്വാസം തന്നെയാണ്. സ്നേഹിക്കുന്ന ആൾ ഈ ലോകത്ത് നമ്മളെ ചതിക്കില്ല, വഞ്ചിക്കില്ല എന്നത് നമ്മുടെ ഒരു വിശ്വാസമാണ്, അല്ലേ? സ്നേഹിക്കുന്ന ആൾ ഒരിക്കലും വേദനിപ്പിക്കുകയില്ലെന്നും ഒരിക്കലും വഞ്ചിക്കുകയില്ലെന്നുമാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ മാത്രമേ അയാൾക്ക് ഒരു വേദന വന്നാൽ, സങ്കടം വന്നാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ അവരിലുള്ള ഒരു വിശ്വാസമാണ് എൻ്റെ ഭാര്യ എന്നെ ചതിക്കില്ല എന്നുള്ളതും ഒരു വിശ്വാസമാണ്. പക്ഷേ ഇന്നത്തെ ലോകത്ത് പലതും നടക്കുന്നുണ്ട്. കാരണം ഭാര്യ ഭർത്താവിനെ ചതിക്കുന്നുണ്ട്, ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ജീവിതമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കൊരു വ്യക്തിയോട് വിശ്വാസം വന്നാൽ തീർച്ചയായിട്ടും ആ വിശ്വാസത്തിന് കൂടുതൽ മൂല്യം കൊടുക്കണം. ആ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഏത് തരം ബന്ധത്തിലായാലും അതിന് നമുക്കൊരു ക്ഷമയുണ്ടാകണം. അല്ലാതെ നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളോട് ദേഷ്യപ്പെട്ട് നമ്മളെന്തെങ്കിലും പറയുമ്പോൾ ആ വാക്കുകൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കത്തിയേക്കാൾ മൂർച്ചയുണ്ട്. ആ സമയം തന്നെ ആ കേൾക്കുന്ന ആൾക്ക്, അത് നമ്മളിപ്പോൾ ഒരാളെ വഴക്ക് പറയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ആ വേദന മുഖാന്തരം നമ്മുടെ പരസ്പര വിശ്വാസങ്ങൾ, ബന്ധങ്ങൾ തന്നെ നിലനിന്ന് പോകാൻ സാധ്യത വളരെ ഏറെയാണ്. എപ്പോഴും നമ്മൾ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വിശ്വാസം ഒരാളിൽ നമുക്ക് നഷ്ടമായാൽ, ഒരാൾക്ക് നമ്മൾ 1000 കാര്യങ്ങൾ ചെയ്യട്ടെ, അപ്പോഴേക്കും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നാൽ എന്ത് ചെയ്യും? അവിടെ തന്നെ നമ്മളെ അവർ കുറ്റപ്പെടുത്താൻ മാത്രമേ ശ്രമിക്കുള്ളൂ, ഇല്ലേ? നമ്മൾ ചെയ്ത നല്ല കാര്യത്തെക്കുറിച്ച് ആരെങ്കിലും ഓർക്കുമോ? ആരും ഓർക്കത്തില്ല. അതുപോലെ തന്നെ വിശ്വാസം എന്നത് നഷ്ടമായാൽ തിരിച്ചു കിട്ടുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് ആരോടായാലും, സുഹൃത്ത് ബന്ധത്തിലായാലും ഏത് ബന്ധത്തിലായാലും. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഓരോ ബന്ധങ്ങളും, സഹോദര ബന്ധങ്ങളാകട്ടെ, സുഹൃത്ത് ബന്ധങ്ങളാകട്ടെ, ഏതായാലും അതിനകത്തുള്ള വിശ്വാസം ഒരു വിശ്വാസം തകർന്നു പോകുന്നത് ആ ബന്ധം മാത്രമല്ല, ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ഹൃദയവും കൂടിയാണ്. അതായത് നമുക്ക് ഒരു വിശ്വാസം നഷ്ടമായാൽ, ഒരു സുഹൃത്തിനോടുള്ള വിശ്വാസമാകട്ടെ, ആരോടുള്ള വിശ്വാസത്തിൽ അത് നഷ്ടമായാൽ, നമുക്ക് വിശ്വാസം എന്നത് നഷ്ടമായാൽ തിരിച്ചു കിട്ടുക വളരെ പ്രയാസമാണ്. ആ ഒരു മൂർച്ചയുള്ള കത്തി എങ്ങനെയാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അതുപോലെയാവണം ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുക. ബന്ധങ്ങളിലുള്ള വിശ്വാസവും സ്നേഹവും എല്ലാം നിലനിർത്തുക. അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഓരോ നിമിഷത്തിലും സന്തോഷം പകർന്നു കിട്ടുന്നതായിരിക്കും.